സമരം ചെയ്യുന്ന ആശമാരുമായി അതുപോലെ അതിന് നേതൃത്വം നൽകുന്ന സംഘടനയുടെ ആളുകളുമായിട്ടും ചർച്ച നടത്തി ഇന്ന് 12:30 സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സ്റ്റേറ്റ് മിഷൻ ടീമും SPM-ഉം ഒക്കെ നേതൃത്വത്തിൽ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ ഒരു സമരം പിൻവലിക്കുന്ന തീരുമാനമാകാത്തതുകൊണ്ടും മന്ത്രിയോട് ചർച്ച ചെയ്യണമെന്ന് അവരാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഇത് 2ാം തവണയാണ് അവരുമായിട്ട് ചർച്ച നടത്തുന്നത്. അവർ സമരം ആരംഭിച്ച് 4ാമത്തെ ദിവസം സ്റ്റേറ്റ് മിഷൻ അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ ആ ചർച്ചയിലും മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് 15-ാം തീയതി 10 മണിക്ക് എൻ്റെ ഓഫീസിൽ വെച്ച് അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിച്ചത് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളതായിരുന്നു. ആദ്യം 15-ാം തീയതി ഞാൻ നടത്തിയ ചർച്ചയിലും സമരം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അവർ പറഞ്ഞതെല്ലാം വളരെ അനുഭാവപൂർവ്വം കേട്ടു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 1.5 മണിക്കൂറിലധികം 1 മണിക്കൂർ 40 മിനിറ്റ് അത് ഓർക്കാൻ കാരണം 11:30 എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലും കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന അഭ്യർത്ഥനയാണ് അന്നും ഞാൻ അവസാനം പറഞ്ഞത്. അപ്പോൾ അവർ പുറത്തു പോയിട്ട് ആലോചിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പുറത്ത് പ്രഖ്യാപിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇന്നും ഇക്കാര്യം ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്നു. അതിൽ ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിലേറ്റവും ഒടുവിലായി ഉന്നയിക്കപ്പെട്ട സംഘടനകളെല്ലാം തന്നെ ഉന്നയിച്ച വിഷയം അതിൽ ഓണറേറിയം നൽകുന്നത് 2 രീതിയിലാണല്ലോ. ഒന്ന്, ഓണറേറിയം സംസ്ഥാനം മാത്രമായിട്ട് നൽകുന്നു. ഇൻസെന്റീവ് കേന്ദ്രവും സംസ്ഥാനവും കൂടി നൽകുന്നു. സംസ്ഥാന സർക്കാർ ആശമാർക്ക് നൽകുന്ന ഓണറേറിയം 7,000 രൂപയാണ്. കേന്ദ്രവും സംസ്ഥാനവും നൽകുന്ന ഫിക്സ്ഡ് ഇൻസെന്റീവ് 3,000 രൂപയാണ്. ആ ഫിക്സ്ഡ് ഇൻസെന്റീവിൽ 1,600 രൂപ കേന്ദ്രവും 1,400 രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത്. അതുകൂടാതെ ഓരോ സേവനങ്ങൾക്കുമുള്ള ഇൻസെന്റീവും, ഉദാഹരണം പറഞ്ഞാൽ പോളിയോ വാക്സിനേഷൻ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കിയാൽ അത് എൻട്രി ചെയ്യുമ്പോൾ ഒരു ആശയ്ക്ക് ലഭിക്കുന്നത് 75 രൂപയാണ്. അതിലും 60-40%. ഇമ്മ്യൂണൈസേഷൻ സാധാരണ 20 രൂപ. ഇത് കേന്ദ്രമാണ് ഇൻസെന്റീവ് 2006 നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. അപ്പോൾ സംഘടനകളെല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, ഈ ഓണറേറിയം നൽകുന്നതിനൊരു മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു. 2017 ഉത്തരവായിരുന്നു അത്. അപ്പോൾ മാനദണ്ഡങ്ങൾ ഇല്ലാതെ 10 മാനദണ്ഡങ്ങളാണ്. അത് പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ആശ ഫെഡറേഷൻ 6-ാം തീയതി ഒരു വ്യാപക സമരം നടത്തി. 7-ാം തീയതി അവർ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നു. 5-ാം തീയതി 6-ാം തീയതിയോ 6-നോ 7-നോ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നു. 7-ാം തീയതി SMDയുടെ പ്രൊസീഡിങ്സ് ഇറക്കി ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കാൻ കഴിയുമോ, അത് ഞാൻ നടത്തിയ ചർച്ചയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മാനദണ്ഡം പിൻവലിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാൻ പറഞ്ഞു. 7-ാം തീയതി തന്നെ SMD പ്രൊസീഡിങ്സ് ഇറക്കിയിരുന്നു. ഇവർ 10-ാം തീയതിയാണ് സമരം തുടങ്ങുന്നത്. 14-ാം തീയതിയോ 15-ന് എൻ്റെ അടുത്ത് ഇവർ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഈ ടെക്നിക്കൽ കമ്മിറ്റി ഇക്കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് പ്രപ്പോസൽ നൽകണമെന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ ചർച്ചയിലും ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ ആശമാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ആവശ്യമുണ്ടായ സാഹചര്യത്തിൽ ആ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായി. അത് നമ്മൾ നടപ്പിലാക്കി. ആ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ കാലയളവിൽ 2023 ആശമാരുടെ പ്രവർത്തനങ്ങൾ സ്ട്രക്ചേർഡായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഫീൽഡിലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് അത് ഇറക്കുകയുണ്ടായി. അപ്പോൾ ഇവർക്ക് ഏറ്റവും
നല്ല നിലയിലുള്ള ഒരു പ്രവർത്തന സാഹചര്യം ഉണ്ടാകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനൊരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ ആശമാർ 26,125 പേരാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് സമരത്തിലുള്ളത് ഏതാണ്ട് 400-ഓളം 450 ആശമാരാണ് സംസ്ഥാനത്ത് മുഴുവൻ സമരത്തിലുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് 2 വർഷം മുൻപ് നമ്മളിതൊരു പരിശോധന നടത്തി. നമ്മുടെ ആശമാർക്ക് കാസ്ക് വഴിയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ടോ പരിശോധിച്ചപ്പോൾ ഈ 26,125 പേരിൽ 13,000 പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളത് കാണുകയുണ്ടായി. അപ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ട് ഈ വിഷയം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചു. ഈ ലിസ്റ്റ് അയക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി, നാഷണൽ ഹെൽത്ത് ഏജൻസി NHAക്ക് ഈ ലിസ്റ്റ് 13,000 പേരുടേതും അയച്ചു കൊടുത്തു. അത് എൻട്രി ചെയ്യാനുള്ള അനുവാദം നൽകണമെന്ന് പറഞ്ഞു. 1.5 വർഷം മുൻപ് നമ്മൾ അയച്ചു കൊടുത്തതാണ്. ഈ സമീപ കാലയളവിലും അത് സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം കേന്ദ്ര NHAയുമായിട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്ന ഈ ആശയവിനിമയത്തിന് പക്ഷേ നമുക്കൊരു മറുപടി ലഭിച്ചിട്ടില്ല. ആ 13,000 പേരും ഇൻഷുറൻസിൽ ഉൾപ്പെട്ടാൽ സ്റ്റേറ്റാണ് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം 1,600 കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി സംസ്ഥാനം ചെലവഴിക്കുമ്പോൾ അതിൽ 9% താഴെ 150 കോടിയിൽ താഴെയാണ് കേന്ദ്രം നൽകുന്നത്. പക്ഷെ അത് നമുക്ക് ഓപ്പണായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആശമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു നിലപാടാണ് സ്വീകരിച്ച് പോന്നിട്ടുള്ളത്. അതുകൂടാതെ ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശമാർക്ക് ജോലി എടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു ഒന്ന്. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിലും ഈ വിഷയം ഞാൻ ഉന്നയിച്ചു. അങ്ങനെയുണ്ടോ? ദേശീയ ഗൈഡ് ലൈന് കൂടുതലായി ഏതെങ്കിലും ജോലി സ്റ്റേറ്റിൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒരു പോപ്പുലേഷൻ സർവേ എന്നുള്ളത് കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈനിലുള്ളതാണ് പോപ്പുലേഷൻ സർവേ. പക്ഷെ ആ പോപ്പുലേഷൻ സർവേ പേപ്പറിൽ ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. ഓരോ വീടാനന്തരം പോയി പേപ്പറിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതിയെടുത്ത് കൊണ്ടുവന്ന് അതിനെ ലഘൂകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്, ഡിജിറ്റൈസ് ചെയ്ത്. ആ കൃത്യം കോളത്തിൽ എന്താണ് എൻട്രി ചെയ്യുന്നത് അത് മാത്രം ചെയ്താലും മതിയാവും. ഡിജിറ്റൈസ് ചെയ്തു, അത് പേപ്പർ സൂക്ഷിക്കേണ്ട. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ദേശീയ ഗൈഡ് ലൈനേക്കാൾ കൂടുതലായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ആശമാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പരിശോധിച്ചോളൂ. അങ്ങനെ ദേശീയ ഗൈഡ് ലൈനിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ജോലി കേരളത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് മിഷൻ അറിയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ആശമാർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, അന്ന് 1ാം വേവിന്റെ സമയത്ത് നമുക്ക് ടോട്ടൽ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. 2021 ഏപ്രിലാണ് 2ാം വേവ് തുടങ്ങുന്നത്. 2021 നവംബർ മാസം 17-ാം തീയതി 17-11-2021 സ്റ്റേറ്റ് മിഷൻ പുറത്തിറക്കിയ ഒരു സർക്കുലർ, ഒരു പ്രൊസീഡിങ്സിൽ അതിന്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കാം. അതിന്റെ അവസാന ഭാഗം 17-11-2021 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സൂചന 5 പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ട് നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു. സൂചന 6 പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ്. അതായത് മുഴുവൻ സമയം മറ്റു ജോലികളിൽ പാടില്ല എന്നുള്ളതിന് ഭാഗികമായിട്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണമായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഇല്ല അങ്ങനെ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇന്നത്തെ ചർച്ചയിൽ സ്റ്റേറ്റിന് പറയാനുള്ളത് ആദ്യമേ തന്നെ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. അതിനുശേഷം അവർക്ക് പറയാനുള്ളത് കേട്ടു. അവരുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സദാനന്ദൻ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ പറഞ്ഞതിൽ 2 ആവശ്യങ്ങൾ, അവര് 21,000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതും, 2 അവർ എക്സിറ്റ് ആകുമ്പോൾ 5 ലക്ഷം രൂപ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് വേണം എന്നുള്ളതുമാണ് പറഞ്ഞത്. അപ്പോൾ അത് അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായും കേട്ടതിന് ശേഷം
ഞാൻ ACS സംസാരിച്ചു, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് മിഷനിൽ നിന്ന് സംസാരിച്ചു, SMD സംസാരിച്ചു, SPM ഇടയ്ക്ക് സംസാരിച്ചു. അതിനുശേഷം ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇതിൽ ഇത്രയും ഏറ്റവും നല്ലൊരു നിലപാടെടുക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. നമ്മളപ്പോൾ അതിനൊരു പ്രോഗ്രഷൻ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. 2016 അതിനു മുൻപുള്ള സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ഉൾപ്പെടെ കൊടുത്തു തുടങ്ങുകയും പിന്നീട് 7000 രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. സ്ട്രക്ചേർഡായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാസ്പിൽ അവരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതിലൊരു അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. ഇനി കൂട്ടരുതെന്നുള്ള നിലപാടല്ല. നമുക്ക് ഈ വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. ഓണറേറിയം സ്റ്റേറ്റ് നൽകുന്നതാണ്. അതോടൊപ്പം പക്ഷേ ഇപ്പോൾ അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിൽ അതിനെ സമീപിക്കണം. സമരം അവസാനിപ്പിക്കുകയും അതിലൊരു അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിൽ എന്താണ് സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തു പോവുകയും ചെയ്യും എന്നുള്ളത് അവരെ അറിയിക്കുകയുണ്ടായിരുന്നു. അതിൽ ഈ പിരിഞ്ഞു പോകുന്നത് സംബന്ധിച്ച കാര്യവും അവർ പറഞ്ഞു. മറ്റ് 1-2 സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ സംസ്ഥാനങ്ങളിലൊക്കെ ഉത്തരവുണ്ടെങ്കിലും അവരുടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാൾ 40 അവരുടെ. SPM അത് വിശദമായിട്ട് പറയും, ഞാനത് പറയുന്നില്ല. അപ്പോൾ അവർ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൊടുക്കുന്നതാണ്. കാരണം അവരുടെ അന്നത്തെ മാക്സിമം ഏജ്, പിന്നെ അവരുടെ എക്സിറ്റ് ഏജും കൂടെ കണക്കിലാക്കുമ്പോൾ ഏതാണ്ട് ഇനിയും കുറേ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അവർ എക്സിറ്റ് ആവുന്ന സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ നമുക്കങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. അപ്പോൾ ചർച്ചയിൽ അവരോട് വളരെ കൃത്യമായി പറഞ്ഞ കാര്യം, ഒന്ന്, ആശമാരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്ന സർക്കാരാണ്. ഇനിയും അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. 2, അതോടൊപ്പം തന്നെ ഇപ്പോൾ വുമൺ വോളണ്ടിയർ, ഇപ്പോൾ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോഴും അതിനുള്ള ബെനിഫിറ്റ് ഉൾപ്പെടെ പറയുമ്പോഴും സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിന്ന് ആശാപ്രവർത്തകരെ മാറ്റുകയും അത് സംബന്ധിച്ച് ഗൈഡ് ലൈനിൽ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ കേന്ദ്രം നൽകുന്നതല്ല ഇൻസെന്റീവ് എന്നുള്ളത് കൂടി കാണണം. കേന്ദ്രം മാത്രം നൽകുന്നതല്ല, കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് ഗവൺമെന്റ് 100 രൂപ കേന്ദ്രം കൂട്ടിയാൽ 60 രൂപ കേന്ദ്രവും 40 രൂപ സംസ്ഥാനവുമാണ്. ഇത് ഞാൻ ഇപ്പോഴല്ല ആവശ്യപ്പെടുന്നത്. ഞാൻ പുതിയ കേന്ദ്ര മന്ത്രിസഭ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ ഡൽഹിയിൽ പോയി ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അന്ന് നിങ്ങളുടെ പ്രതിനിധികൾ ഡൽഹിയിലുള്ളവരോടും ഞാൻ ഈ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അത് ഈ ആഴ്ച തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ട് ഞാനൊരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോകാം. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ട്രക്ചേർഡ് ആക്കുന്നതിന് വേണ്ടി ഉള്ള ആശമാരുടെ ഗൈഡ് ലൈനിൽ ആവശ്യമായ മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞു, സേവന മാനദണ്ഡമല്ല അവരുടെ, അതായത് ഡെഫിനിഷൻ തന്നെയാണ്, അതായത് നിർവചനം തന്നെ വുമൺ വോളണ്ടിയർ എന്നുള്ളതാണ്. ബാക്കിയെല്ലാം സ്റ്റേറ്റിന് മാറ്റാം, പക്ഷെ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ഗൈഡ് ലൈനിലുള്ളത്. അതെ, അപ്പോൾ ആ ഗൈഡ് ലൈനിലുള്ള അക്കാര്യത്തിൽ ഉൾപ്പെടെ മാറ്റം വരണം എന്നുള്ളതും ഇൻസെന്റീവ്സ് വർധന ഉണ്ടാകണം എന്നുള്ളതും ആവശ്യപ്പെടാമെന്നുള്ളത് പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഒന്ന്, സ്റ്റേറ്റിന് ഒരു എതിർ നിലപാടില്ല, ഇനി കൂട്ടില്ല എന്നുള്ള നിലപാടില്ല. ഇനിയും കഴിയുന്ന രീതിയിൽ അത് കൂട്ടണം എന്നുള്ളതാണ്. അതൊന്നാമത്തെ കാര്യം. 2, അടിസ്ഥാനപരമായി ഇപ്പോൾ പല തൊഴിലുകളും അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ സഭയിൽ തന്നെ പറഞ്ഞിരുന്നു കണക്ക് പറയുന്നത്. അപ്പോൾ അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളത്. കേന്ദ്ര സ്കീമാണ് ആശ പ്രവർത്തകരുടേത്. അപ്പം അതുകൊണ്ട് ആ നിലയിൽ മാറ്റം ഉണ്ടാകണമെന്നുള്ളത് പറയുകയുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഈ നേരത്തെ മാനദണ്ഡം സംബന്ധിച്ച കാര്യങ്ങളിലെ ഉത്തരവിറങ്ങിയത് പറഞ്ഞല്ലോ, എല്ലാ സംഘടനകളും ആവശ്യപ്പെട്ടതാണ്. അതുകൂടാതെ വിരമിക്കൽ പ്രായം സംബന്ധിച്ച് നേരത്തെ സ്റ്റേറ്റ് മിഷൻ ഒരു 62 വയസ്സെന്നുള്ളത്
ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു. അപ്പോൾ അന്ന് എല്ലാ സംഘടനകളും, അതിൽ CITUവിൻ്റെ സംഘടനയും INTUCൻ്റെ സംഘടനയും STUവിൻ്റെ സംഘടനയും ഒക്കെ തന്നെ അന്ന് അത് പറ്റില്ല എന്ന നിലപാടെടുത്തിരുന്നു. ഈ സംഘടനയും ആശാ അസോസിയേഷൻ അവരും അതിൽ SUCയുടെ സംഘടനയും റെപ്രസെന്റേഷൻ തന്നിരുന്നു. അപ്പോൾ 62 വയസ്സ് എന്നുള്ളത് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു. അന്ന് കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. വലിയൊരു സർക്കുലർ, അതാണ് ഈ സർക്കുലർ. കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. അതിൽ ഒരു സെന്റൻസ് മാത്രമാണിത്. അപ്പം അത് ഫ്രീസ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരാളും 62 വയസ്സിൽ എക്സിറ്റായി കേരള സംസ്ഥാനത്ത് പോയിട്ടില്ല ഇതുവരെ. 62 വയസ്സ് കഴിഞ്ഞവർ ആശാപ്രവർത്തകരായിട്ടും ഉണ്ട്. അത് ഗവൺമെന്റ് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ അതിലൊരു ഉത്തരവ് വേണം. ശരി, എല്ലാ സംഘടനകളുടെയും റെപ്രസെന്റേഷനിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ആശാ ഫെഡറേഷനുണ്ട്, അതോടൊപ്പം തന്നെ INTUCന്റെ റെപ്രസെന്റേഷനുണ്ട്, STUവിന്റെ റെപ്രസെന്റേഷനുണ്ട്, ലീഗിന്റെ STUവിന്റെ റെപ്രസെന്റേഷനുണ്ട്, ഇവരുടെ റെപ്രസെന്റേഷനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ടെക്നിക്കലി അങ്ങനെ ഒരെണ്ണം വേണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് കൂടി ഉണ്ടാകും. ഇക്കാര്യവും ഇന്നത്തെ മീറ്റിംഗിൽ അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 62 വയസ്സ് കഴിഞ്ഞ ഒരാളും പ്രവർത്തിക്കാതിരിക്കുന്നില്ല, ഒരാൾ എക്സിറ്റായി പോയിട്ടില്ല. ഒരാളെ കാസർഗോഡ് അങ്ങനെ ഒറ്റ കേസ് ഉണ്ടായപ്പോൾ അതിലിടപെട്ടുകൊണ്ട് അന്നാണ് നമ്മൾ നിർദ്ദേശം നൽകിയത് പാടില്ല എന്നുള്ളത്. അതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതും സ്റ്റേറ്റ് മിഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഞാൻ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാവരും സംസാരിച്ചു. പറഞ്ഞത് നമ്മുടെ ആശാ പ്രവർത്തകർ അവർ ഈ നിലയിൽ ഇവിടെ ഇങ്ങനെ സമരം ചെയ്ത് അവരെ ദുരിതത്തിലാക്കരുത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് എടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ള നിലപാട്. ഇത് പറ്റില്ല എന്നുള്ളൊരു നിലപാടല്ലല്ലോ, ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ്. പക്ഷെ അത് ഇത്ര വേണം എന്നുള്ളത് സംബന്ധിച്ച കാര്യത്തിൽ അങ്ങനെ നമുക്കൊരു ഗവൺമെന്റിന് ഒരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിലാണ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക. അപ്പോൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഓരോ ഘട്ടത്തിലും കേട്ടിട്ടുണ്ട്. ആശമാരുടെ സംഘടനകൾ, ആശമാർ എന്ന് പറയുന്ന വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ ആവശ്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള രീതിയിൽ തന്നെ ആരോഗ്യവകുപ്പ് എല്ലാ കാര്യങ്ങളിലും അതിൽ നിലപാടെടുത്ത് തന്നെ പോയിട്ടുമുണ്ട്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് അവരെ അറിയിച്ചുകൊണ്ട് ഞാൻ അഭ്യർത്ഥിച്ചു, ദയവായിട്ട് നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം. നമുക്കതിന് ശേഷം നമുക്ക് മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ആലോചിക്കാം. അത് സർക്കാരിന്റെ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഇതിൽ ഈ സർക്കാരാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത്. ഇനിയും ഈ സർക്കാർ തന്നെയായിരിക്കും ചെയ്യുക. അത് ഉൾക്കൊണ്ടുകൊണ്ട് ദയവായിട്ട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ അവര് നിങ്ങളെ തീരുമാനം അറിയിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അവര് നിർഭാഗ്യവശാൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞത്. ഏതായാലും ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കൂടി ഞാൻ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കൂടി എടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. കാരണം ഉപദേശിക്കുന്ന 4-ാം ദിവസം വിളിച്ചത് പിന്നെ എന്തിനാണ്? 4-ാം ദിവസവും 5-ാം ദിവസവും വിളിച്ചത് എന്തിനായിരുന്നു? അന്ന് ചർച്ച നടത്തിയത് എന്തിനായിരുന്നു? ഒരു ജനാധിപത്യപരമായിട്ടുള്ള സമരം നടക്കുമ്പോൾ ആ സമരത്തോടൊരു ജനാധിപത്യ സർക്കാർ ജനാധിപത്യ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അന്നും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമായിട്ട് അവർ വളരെ സന്തോഷത്തോടെയാണ് അന്നത് ചർച്ചയിൽ പങ്കെടുത്തത്. ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ കേൾക്കണം. നിങ്ങളൊരു പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ ഏത് ഗവൺമെന്റാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത്, ഏത് ഗവൺമെന്റാണ് അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ ചെയ്യാൻ കഴിയുള്ളൂ, തീർച്ചയായിട്ടും ചെയ്യും എന്ന നിലപാടെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് 4-ാം ദിവസം സ്റ്റേറ്റ് മിഷൻ ചർച്ചയ്ക്ക് വിളിച്ചതാണ്. 14-ാം തീയതി 15-ാം തീയതി ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ള തെറ്റായ പ്രചരണം നടന്നു. അതൊന്നും സാരമില്ല, അതൊന്നും പ്രശ്നമുള്ളതല്ല, സത്യം മറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 15-ാം തീയതി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആണ് ചർച്ചയ്ക്ക് സ്റ്റേറ്റ് മിഷൻ വിളിച്ചത്. അതിന് തുടർച്ചയായിട്ടാണ് ഞാനും ചർച്ചയ്ക്ക് വിളിച്ചത്. വളരെ വിശദമായി ചർച്ച ചെയ്തു. അവരുന്നയിച്ച ഇപ്പോൾ ഒരു PHCയിൽ 25 ദിവസം ആശ വീട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ട്, വീടുകൾ സന്ദർശിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റേറ്റ് ഗൈഡ് ലൈൻ ഇല്ല. ഏതെങ്കിലും മേഖലയിലോ പ്രദേശത്തോ ഒരു ആരോഗ്യ കേന്ദ്രമൊക്കെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ പരാതിപ്പെടാൻ പഞ്ചായത്ത് പ്രസിഡന്റ്
അധ്യക്ഷനായിട്ടുള്ള സമിതിയുണ്ട്, പഞ്ചായത്ത് തലത്തിലുണ്ട്, ജില്ലാതലത്തിൽ സമിതിയുണ്ട്, സ്റ്റേറ്റ് തലത്തിലും പരാതിപ്പെടാം. അതാണ് വളരെ കൃത്യമായി പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ ഓവർ ബേർഡൻഡ് ആകുന്നുണ്ടെങ്കിൽ ദേശീയ ഗൈഡ് ലൈനിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നമ്മളിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ മീറ്റിംഗിൽ ഓപ്പണായി ചോദിച്ചതാണ്. അപ്പം അങ്ങനൊരു കാര്യം ഇല്ല എന്നുള്ളത് പറയുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പരിശോധിക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതിൽ ഇടപെടാമല്ലോ. അപ്പം ഇങ്ങനെ ആശമാർ ചില ഒറ്റപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്റ്റേറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അതിൽ ഇടപെടാം. പരാതികൾ ഉണ്ടെങ്കിൽ, വ്യക്തിപരമായ പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടാം. അതെല്ലാം വളരെ ഓപ്പൺ ആയിട്ടുള്ള നിലപാടാണ് അതിൽ സ്വീകരിച്ചത്. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അരുൺ, ഞാൻ 4ാമത്തെ ദിവസം ചർച്ച ചെയ്തത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? 5ാം ദിവസം ഉണ്ട്. അപ്പൊ ഞാനിത് 2ാം തവണയാണ് ഞാൻ വിളിക്കുന്നത്. നേരത്തെ സ്റ്റേറ്റ് മിഷൻ വിളിച്ചു. അപ്പൊ ഇതിൽ ബാക്കി ഇവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളോടും വളരെ അനുകൂലമായ നിലപാടാണ്. ഇതിലും അനുകൂലമായ നിലപാടാണ്. നിങ്ങൾക്ക് തരില്ല, ഞങ്ങൾ ഇത്രയും തന്നിട്ടുണ്ടല്ലോ, തരില്ല എന്ന നിലപാടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആശാപ്രവർത്തകരുടെ ഒരു വിഷയം, ഇവിടെ സമരത്തിലുള്ള ഒരാളുടെ വിഷയം ഞാൻ ഇങ്ങനെ മീഡിയയിലൂടെ ഉണ്ടെന്ന് ഒരാളുടെ ശ്രദ്ധയെ എന്നെ പ്രശ്നപ്പെടുത്തിയപ്പോൾ ഞാൻ SHAയോട് ചോദിച്ചു, ഇൻഷുറൻസ് ഉണ്ടോ? സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ട്. സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ട്. കാസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പോ ഇത് ഒരു കൺസേൺ ഉള്ള ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അങ്ങനെ അല്ലാതെ എന്ത് പ്രചരണങ്ങൾ നടക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മുടെ സത്യം ഇതാണ്, യാഥാർത്ഥ്യം ഇതാണ്. 38ാമത്തെ ദിവസം അല്ല, 4ാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചു. 4ാമത്തെ ദിവസം, 5ാമത്തെ ദിവസം മന്ത്രിതലത്തിൽ ചർച്ച നടത്തി. അന്നും വളരെ ഇതായിട്ട് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. ഇന്നും അഭ്യർത്ഥിച്ചു, ദയവായിട്ട് നിങ്ങൾ കേൾക്കണം. ദയവായി ഇതിൽ ഈ 2 കാര്യങ്ങളുമാണ്. 21,000 രൂപ എന്നുള്ളത് ഇപ്പോൾ ഉള്ളത് 21,000 രൂപ ആയിട്ട് വർദ്ധിപ്പിക്കണം. അതോടൊപ്പം ഇപ്പൊ അതിലൊരു കാര്യമുള്ളത്, ഇപ്പൊ നമ്മൾ ലിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഫീൽഡിൽ പോകുന്ന ആശാപ്രവർത്തകർക്ക്, ഒരു ദിവസം അല്ലെ 2 ദിവസം ഫീൽഡിൽ പോകുന്ന ആശാപ്രവർത്തകയ്ക്ക് 10,000 രൂപ എൻഷ്യൂർഡാണ്. ഈ മാനദണ്ഡങ്ങൾ കൂടി പിൻവലിച്ചു കൊടുക്കുന്നത്. അതായത് 7,000 രൂപ ആണെങ്കിലും 3,000 രൂപ ഫിക്സ്ഡ് ഇൻസെന്റീവ്. ആ ഒരു ലിസ്റ്റ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഇതിൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ഞാൻ ഈ പച്ച മാർക്ക് ചെയ്തതെല്ലാം അതിൽ കാണാനായിട്ട് കഴിയും. ഞാൻ വ്യക്തിപരമായിട്ടുള്ള അവരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന വ്യക്തിക്ക് ഇത്രയുമാണ് അവർ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഈ കാര്യം ഇതിൽ മാത്രമല്ല, നേരത്തെ തന്നെ എല്ലാ സംഘടനകളും ഇതിൽ ഓണററി വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. നേരത്തെ തന്നെ സർക്കാരിന്റെ മുന്നിലുള്ള വിഷയമാണ്. നമുക്ക് ധനവകുപ്പുമായിട്ട് ആശയം നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഒരു തുടർച്ചയായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഗവൺമെന്റിൽ. അതുകൊണ്ടാണ് ഇക്കാര്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ഇതിൽ സർക്കാർ കൺസേൺഡ് ആണ്, ഇനി ഉയർത്തണം എന്നാണ് സർക്കാരിന്റെ നിലപാട്. അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. അത് ഉൾക്കൊണ്ടുകൊണ്ട് ദയവായിട്ട് സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ പറ്റി 21 ഇപ്പം ലഭിക്കുന്ന ഒരു തുക 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുകയും ഇപ്പൊ നമ്മളൊരു അതിനോടൊപ്പം തന്നെ അത് സമയബന്ധിതം എന്നുള്ള നിലയിൽ ഇന്ന സമയം മുതൽ കൊടുക്കാന്ന് വെച്ചാൽ നമുക്കൊരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ നിലയിൽ അത് സാധിക്കുന്നില്ല. പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്നുള്ളത് അതാണല്ലോ ഗവൺമെന്റ് പരിശോധിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇതുവരെ നമ്മൾ നല്ല നിലപാടെടുത്ത് പോന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ ചെയ്യും. അല്ല, ഇത് അവരോട് പറഞ്ഞല്ലോ. അത് ഇക്കാര്യം സർക്കാരിന്റെ പരിഗണനയിലുള്ള വിഷയമാണ്. അത് ഇതിലും ഉൾക്കൊണ്ട് അതൊരു മന്ത്രി പറയുന്നു, ഒരു മുഴുവൻ ഓഫീസേഴ്സും അഡീഷണൽ ചീഫ് സെക്രട്ടറി, സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഓഫീസേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് NHMന്റെ ഇവിടുത്തെ സ്റ്റേറ്റ് മിഷന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ വിനയ് ഗോയൽ IAS ആണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഇത് സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ ഡോക്ടർ ബിജോയ്. അപ്പോൾ ഇങ്ങനെ മുഴുവൻ ടീമും ഇരുന്നിട്ടാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം മിനിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാരിന്റെ പരിഗണനയിലുള്ളൊരു വിഷയമാണ്. ഇത് പറ്റില്ല എന്നോ പരിഗണിക്കില്ല അങ്ങനെയോ അല്ലല്ലോ. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം എന്നാണ് അഭ്യർത്ഥിച്ചത്. അതിൽ പിന്നെ ആശമാർ പൊതുവിൽ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് എന്താണ്, നമുക്ക് 2023-24 നമ്മുടെ ഈ ഒരു വിതരണത്തിൽ പൊതുവായിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് ആ
കേന്ദ്രത്തിൽ നിന്നുള്ള ഇൻസെന്റീവ് പൂർണ്ണമായിട്ട് മുടങ്ങിപ്പോയൊരു സാഹചര്യത്തിലാണ്, കേന്ദ്രവിഹിതം മുടങ്ങിപ്പോയ സാഹചര്യം. പക്ഷെ അപ്പോഴും ധനവകുപ്പ് അത് നമുക്ക് നൽകിയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളത് തിരിച്ചു പിടിച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരാൻ വളരെ താമസിക്കുന്നതാണ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ജൂൺ മുതലെങ്കിലും നമുക്കത് കൊടുത്ത് നല്ല മാസം ആദ്യം തന്നെ കൊടുക്കുന്ന നിലയിൽ പോകാൻ കഴിയും എന്നുള്ളത് പറയുകയുണ്ടായി. ഇക്കാര്യങ്ങൾ പറഞ്ഞു ജൂൺ മാസം മുതൽ കൊടുക്കാൻ കഴിയും. കാരണം നമ്മൾ ആ പ്രതിസന്ധിയെ പരിഹരിച്ച് മുന്നോട്ട് വരികയാണ്. സ്റ്റേറ്റ് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഈ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന 2 മാസം നമുക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം താമസിക്കും. അപ്പോൾ നമുക്കൊരു പ്രശ്നം നേരിട്ടേക്കാം. എന്നാലും ഡയറക്ടർ പരമാവധി നോക്കാമെന്നുള്ളത് പറഞ്ഞിരുന്നു. ജൂൺ മാസം മുതൽ സംഘടനകൾ ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യമാണ് അവർക്ക് മാസം ഒരു 10-ാം തീയതിക്കോ 5-ാം തീയതിക്കോ ഒക്കെ ഇത് കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതിൽ പരമാവധി സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ചെയ്യാം. പക്ഷെ 2 രീതിയിലാണല്ലോ, ഒന്ന് ഓണറേറിയം, ഇത് കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്, അതിന്റെ സ്റ്റേറ്റ് ഷെയർ, ഇൻസെന്റീവിന്റെ സ്റ്റേറ്റ് ഷെയർ, അങ്ങനെയാണ്. അപ്പോൾ അത് പരമാവധി എന്താണെന്നുള്ളത് നേരത്തെയും അവരോട് മുൻപും ചർച്ചയിൽ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കും. അത് ഭയങ്കര നിർഭാഗ്യകരമാണ്. കാരണം നമ്മൾ വളരെ വളരെ നിർഭാഗ്യകരമാണ്. അതവർക്ക് ബോധ്യപ്പെട്ടു. ഞാനിപ്പോ ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. ഈ 2 കാര്യങ്ങളാണല്ലോ പ്രശ്നം. ബാക്കി ഒരു പ്രചരണം കേരളത്തിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആശമാർ തന്നെ പറയണമല്ലോ. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിലയിടത്ത്, പക്ഷെ ചില നിർബന്ധമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഗൈഡ് ലൈൻ അങ്ങനെ ഇല്ല. നമുക്ക് സ്റ്റേറ്റ് അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടില്ല. അങ്ങനെയുള്ളവരിൽ നമ്മൾ ഇടപെടാം. പൊതുവായി സംഘടനകൾ ഉന്നയിക്കുന്ന വിഷയമാണ്. അതിൽ CITU-ന്റെയും INTUC-യുടെയും STU-ന്റെയും ഒക്കെ സംഘടനകളും ആശാ അസോസിയേഷൻ SUCയുടെ ഒക്കെ സംഘടനകളൊക്കെ അതിൽ പറയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെയുണ്ടോ പരിശോധിച്ചിട്ട് പറയൂ, നമ്മൾ ഇടപെടാം എന്നുള്ളത് പറയുകയുണ്ടായി. അപ്പൊ അതിൽ നിലപാട് വളരെ കൃത്യമാണ്. അദ്ദേഹം ഞാൻ ആദ്യം പോയി കണ്ടപ്പോഴും അദ്ദേഹം ഒന്നാമത്തെ അജണ്ട ഇതായിരുന്നു. അന്ന് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസേഴ്സ് പറഞ്ഞു, ഈ 10-20 വർഷമായിട്ട്, 19 വർഷമായിട്ട് ഇൻസെന്റീവിൽ ₹1 പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ഓഫീസേഴ്സ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡെഫിനറ്റ്ലി വി വിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വി വിൽ സോൾവ് ദ ഇഷ്യൂ, വി ക്യാൻ ഡെഫിനറ്റ്ലി ബ്രിങ് എ ഹൈക്ക് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവാണ് അത് അന്നും എന്നോട് പ്രതികരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കാണാനായിട്ട് പോകുന്നത്. അത് ഞാൻ അന്നും പറയുകയുണ്ടായി. അദ്ദേഹത്തെ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ഡൽഹിയിലെ മീഡിയയോടും പറയുകയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കാണുകയും അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യാം. പരിഹരിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടാണല്ലോ പറയുന്നത്. നമ്മൾ ഇതിൽ നിലപാടെടുക്കാതെ 2006 സ്ഥിതിയിലല്ല കേരളം മുന്നോട്ട് പോകുന്നത്. 2006 സ്ഥിതി അല്ല കേരളത്തിലുള്ളത്. കേരളം കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതെല്ലാം ഇതിലും നോക്കിയാലും പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സാമൂഹ്യമായിട്ട് എംപവർ ചെയ്യിപ്പിക്കുന്നതിനുള്ള നടപടികൾ അതിന്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടായിട്ട് തന്നെ കാണണം. നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ചെയ്യുമെന്ന് പറയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉൾക്കൊള്ളണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. തീർച്ചയായിട്ടും. കാരണം അവര് ഇപ്പോൾ 25,500 പേരും 600 പേരും അപ്പുറം ഫീൽഡിലുണ്ടെങ്കിലും നമ്മുടെ ഇവിടെ ഒരാഴ്ച ഇരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമാണ്. അതുകൊണ്ടാണ് അന്നും പറഞ്ഞു 14-നും 15-നും ചർച്ച ചെയ്തു. 15-ലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഈ ചർച്ചയിലും ഇന്നും ഞാൻ പറഞ്ഞു, അത് വിഷമമുള്ള കാര്യമാണ്. ദയവായിട്ട് അതിൽ നിന്ന് പിൻവാങ്ങണം. സ്റ്റേറ്റ് കൂട്ടില്ല എന്ന് പറയുന്നില്ലല്ലോ, നമുക്കത് ചെയ്യാം. നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഒരു റെക്കോർഡ് അതിപ്പോൾ ചോദിച്ചല്ലോ, അവിടെയും പറയുന്നു ഇവിടെയും അവിടെ പറയുന്നതല്ല. നമ്മൾ കൂട്ടാതിരുന്നിട്ട് അല്ല, നമ്മൾ അത് വർദ്ധിപ്പിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, സർക്കാരിനെ വിശ്വസിക്കുന്ന ഭൂരിഭാഗം ആശ്രമാരുണ്ട്. ആ വിശ്വാസം കാത്തു സംരക്ഷിക്കും സർക്കാർ. ഭൂരിപക്ഷം ആശ്രമാരും സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്.
ആ വിശ്വാസം സർക്കാർ കാത്തു സംരക്ഷിക്കും. മറ്റേത് പറയാനുള്ള SND അങ്ങനെ ഒരു ഇതല്ലല്ലോ. ഇതിൽ അനുകൂല നിലപാട് കൂട്ടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അനുകൂലമായ നിലപാടാണ് ഉള്ളത്. ഇത്രയും ചെയ്തത് നമുക്ക് ഇനിയും ചെയ്തു പോകണമെന്നാണ്. അത് ചെയ്യുകയും ചെയ്യും. അത് ഉൾക്കൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു. ഇപ്പോഴും എനിക്ക് അതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങളിൽ, അതായത് ഇപ്പോഴുള്ള അവർക്ക് ലഭിക്കുന്ന 7,000 രൂപ എന്നുള്ളത് ഓണററി മാത്രമാണ്. ഇൻസെന്റീവ്സ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ മാനദണ്ഡങ്ങളുടെ ഉത്തരവ് സർക്കുലർ കൂടി വന്നതോടുകൂടി ഒരു ആശയ്ക്ക് 10,000 രൂപ മിനിമം 10,000 രൂപ ഓരോ ദിവസം 2 ദിവസം ഫീൽഡിൽ പോയാൽ ഇൻഷുർഡാണ് 10,000 രൂപ ലഭിക്കുന്നത്. പിന്നെ അവർക്ക് സേവനങ്ങൾക്കുള്ള അവർ എൻട്രി ചെയ്യുന്ന ഗർഭിണികളുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ കുത്തിവയ്പ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എൻട്രി ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അവർക്കത് കിട്ടുക ഇൻസെന്റീവ്സ്. കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ്. എങ്ങനെ പോയാലും 13,000 മുകളിൽ, അതാണ് ജനുവരി മാസത്തിൽ 89.98% ആളുകൾക്ക് 13,000 കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ നിലയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ പറയുന്ന അഭ്യർത്ഥന പരിഗണിക്കണം എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പറയുകയും ആ രീതിയിലാണ് ചർച്ച അവസാനിച്ചത്. ശരി. അതെ, നമുക്ക് ലഭിക്കാനുള്ള കമ്മിറ്റഡ് ലയബിലിറ്റി കിട്ടണം എന്നുള്ളത് നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നു, ഇനിയും അഭ്യർത്ഥിക്കുന്നുണ്ട്. അതിലും കേന്ദ്രം പോസിറ്റീവായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറഞ്ഞു. അല്ല, അവിടെ വെച്ച് ഞാൻ അല്ല, ഇവിടെ നിയമസഭ നടക്കുവാണ്. സാധാരണ അവര് ചർച്ചയിൽ തുടക്കത്തിൽ തന്നെ ഞാൻ അവരോട്, അവര് പറഞ്ഞാണോ മാധ്യമപ്രവർത്തകർ പറയുന്നത്? ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് ചെയ്യാമെന്നല്ലേ. അവരിതേ അവിടെ വരുന്നു. അല്ല, നമ്മള് ആരുടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അതല്ല നമ്മളൊരു ഈ രീതിയിലല്ലേ ഇൻഡിവിജ്വലായിട്ട് MLA-മാരും മന്ത്രിമാരും എല്ലാം നിങ്ങളോട് സംസാരിക്കും. ഇതൊരു ചർച്ച നടത്തിയിട്ടുള്ള, അല്ല അതൊരു വിഷയമാക്കണോ അരുണെ? എന്തിനാണ് വിഷയമാകുന്നത്? ഞാൻ എന്താ പറഞ്ഞത്? അല്ല അരുണെ ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി? നിങ്ങൾക്ക് ക്യാമറ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അപ്പോ നമ്മളിപ്പോ ഒരു നിയമസഭ നടക്കുന്ന സമയമല്ലേ, ചെറിയ കാര്യങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ എന്താണ്, അതിനൊരു സ്ഥലമുണ്ട്. അല്ല അവിടെ വെച്ച് സംസാരിക്കുക. ഇപ്പൊ നിയമസഭയിൽ നമുക്ക് മീഡിയ റൂം എന്തിനാണ്? അല്ല, മീഡിയ റൂം ഉള്ളത് നമുക്ക് മീഡിയയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനും ആശുമാനോട് പറഞ്ഞു, ഞാൻ മീഡിയ റൂമിൽ വെച്ചേ കാണുള്ളൂ. നിങ്ങൾ എവിടെ? അവര് പറഞ്ഞു അവര് പുറത്തു വെച്ച് കാണും. അപ്പൊ ഞാൻ പറഞ്ഞു അവരെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. ഞാൻ എന്താ പറഞ്ഞത്? ഏറ്റെടുക്കുന്ന കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നം ഉണ്ടാകല്ലേ. നിങ്ങൾ ഇല്ലാത്ത കാര്യത്തിന് പ്രശ്നം ഉണ്ടാകല്ലേ. ഞാൻ നടത്തിയൊരു ചർച്ചയില്ല. അതായത് ഞാൻ നടത്തിയൊരു ചർച്ചയ്ക്ക് നിയമസഭയുടെ ചില ചിട്ടവട്ടങ്ങൾ പാലിക്കണം ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ. എന്റെ ഓഫീസിലല്ല ചർച്ച നടന്നത്. എന്റെ ഓഫീസിലല്ല ഞാൻ ചർച്ച നടത്തി. അപ്പോൾ നിയമസഭ നടക്കുന്ന ഒരു സമയമാണ്. നിയമസഭ നടക്കുന്ന സമയത്ത് ശരിക്കും ഈ ഇഷ്യൂവിന്റെ ഗൗരവം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ചർച്ച നടത്തിയത്. അല്ലെ സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തുമായിരുന്നു. അപ്പൊ ഞാൻ ആശമാരോട് പറഞ്ഞു അവിടെ ചർച്ച ചെയ്യണം, ഞങ്ങൾ വണ്ടി എടുത്ത് നമുക്ക് അവിടെ വേണേ പോവാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന്. അവർ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ചർച്ച നടത്താം. അപ്പൊ ഞാൻ പറഞ്ഞത് അവര് ഇന്ന സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് എന്റെ ഉത്തരവാദിത്തമായി ആ നിലയിൽ ഞാൻ ചെയ്തതാണ്. അതിനകത്ത് നിങ്ങളെ കാണില്ലല്ലോ, നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളോട് അവിടെ നിന്ന് സംസാരിച്ചല്ലോ, പലരോടും സംസാരിച്ചല്ലോ. ഞാൻ സംസാരിച്ചല്ലോ അവിടെ നിന്ന്. അങ്ങനെ സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ സംസാരിച്ചല്ലോ. നിങ്ങളിൽ തന്നെ പലരോടും ഞാൻ സംസാരിച്ചല്ലോ. അല്ല അവരതുവഴി വരുന്നില്ലല്ലോ. അല്ല, അത് നിയമസഭയിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് സംസാരിക്കാം, അവിടെ സംസാരിക്കാം. അതിൽ സഭ നടക്കുന്നൊരു സമയത്ത് നമ്മൾ ചില
അതിന്റെ ചില ചട്ടങ്ങൾ പാലിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതൊരു ഇഷ്യൂ ഒന്നും ആക്കേണ്ടതായിട്ടില്ല. അതിന് കുറെ നാൾ ജോലി ചെയ്താണല്ലോ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് അരുൺ പോയാ